നടൻ ഷമ്മി തിലകൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷമ്മി തിലകൻ, കേൾക്കാമല്ലോ? ശ്രീ ഷമ്മി തിലകൻ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു, റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തു വന്നു, താങ്കളും അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ അതിന്മേൽ നിങ്ങളുടെ താരസംഘടന ഇതുവരെ മൗനം അവലംബിച്ചത് എന്തുകൊണ്ടാണ്? മാഡം, ഒരു ചെറിയ തിരുത്തലുണ്ട്. നിങ്ങളുടെ എന്നുള്ള വാക്ക് പിൻവലിക്കണം. ഞാൻ സംഘടനയിൽ ഇപ്പം നിലവിലെ അംഗമല്ല. ക്ഷമിക്കണം. അങ്ങനെയാണെങ്കിൽ താരസംഘടന പ്രതികരിക്കേണ്ടതല്ലേ? അതും ഈ പറഞ്ഞതുപോലെ കാര്യം, എനിക്ക് അവരെ എന്നെ പുറത്താക്കിക്കൊണ്ട് എനിക്ക് അയച്ചിരിക്കുന്ന കത്തിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന വാചകം എന്ന് പറയുന്നത് ആ വാക്ക് അമ്മ എന്നുള്ള വാക്കോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾ ഇനി ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അല്ല, ഇതിനൊക്കെ ചട്ടങ്ങൾ എവിടെയാണ് നിശ്ചയിക്കപ്പെടുന്നത്? ശ്രീ ഷമ്മി തിലകൻ, നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണോ എന്ന് പോലും സംശയിക്കുന്നുണ്ട്. അതിനൊരു സർക്കാർ ഇതുണ്ടല്ലോ, അത് കണ്ടുപിടിക്കട്ടെ. കാര്യം, ഞാൻ ഒരു പക്ഷേ പുറത്താകാൻ കാരണം ഇങ്ങനെ ചട്ടവിരുദ്ധത അവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് അതും അന്നത്തെ സംഘടനയുടെ പ്രസിഡന്റ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പൊരു റിപ്പോർട്ട് ഷമ്മി തിലകൻ കൊടുത്തിരുന്നു, ഒരു 12 പേജുള്ള. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ലോബിയുണ്ട്, ആ ലോബിയാണ് ഭരിക്കുന്നത്, ചട്ടവിരുദ്ധതയൊക്കെ നടക്കുന്നുണ്ട്. ഒരു 15 അംഗ സംഘം അവിടെ വാഴുകയാണോ? ലോബി എന്നുള്ളതല്ല, അത് ഒക്കെ ഞാൻ എൻ്റെ റിപ്പോർട്ടിൽ കാര്യങ്ങളിലുള്ള കാര്യം തന്നെയാണ്. കാര്യം അന്ന് ഞാൻ അവസാന സമയത്ത് അതിനകത്ത് അതിൻ്റെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന സമയമായി. ആ സമയത്ത് ഈ പറയുന്ന 15 അംഗ കമ്മിറ്റിയുടെ കാര്യം അന്ന് ഹേമ കമ്മിറ്റി ഒരു ചെറിയ ഇതായിട്ട് നിങ്ങൾ പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്നേ പറഞ്ഞിരുന്നു, 2000 ഇത് കൊടുക്കുന്ന ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, അതാരാണെന്നുള്ളത് അറിയണമെന്നുള്ളതൊക്കെ. പക്ഷേ അതിനു മുമ്പ് തന്നെ ഓൾമോസ്റ്റ് ഇതേ വാക്കല്ലെങ്കിൽ കൂടിയും സംഘടനയിൽ അതീശത്വമുള്ളവർ എന്നൊരു വാക്ക് ഈ പറയുന്ന മറ്റേ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ജഡ്ജ്മെന്റിനകത്ത് പറയുന്നുണ്ട്, പേര് പറയുന്നുണ്ട്. താങ്കളിപ്പോൾ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചത് ഒരു പരാതിയാണല്ലോ. എന്ന് പറഞ്ഞാൽ ആ വാക്കിന് സോറി കേട്ടില്ല. താങ്കൾ സർക്കാരിന് സമർപ്പിച്ചത് ഒരു പരാതിയാണ്, അതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ള ഒരു പരാതി അല്ലേ? ഇത് സർക്കാർ തന്നെ നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ കണ്ടെത്തൽ. അവിടെ ഒരുപാട് ഞാൻ സർക്കാരിനല്ല പരാതി കൊടുത്തിരിക്കുന്നത്. എൻ്റെ അച്ഛനെ പുറത്താക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അന്ന് നിങ്ങൾ ആ സമയത്തെ അവരുടെ പ്രസ് മീറ്റ് നോക്കിയാൽ അറിയാം സംഘടനയുടെ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സംഘടനയ്ക്കുള്ളിലെ കാര്യങ്ങൾ പുറത്ത് വിളിച്ച് പറയുന്നു എന്നുള്ളതാണ്. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങേക്ക്. അപ്പോൾ ആ ഒരു അവസ്ഥ എനിക്കുണ്ടാകണ്ടെന്ന് വിചാരിച്ച് തന്നെ സംഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് സംഘടനയുടെ അതും പ്രസിഡന്റ് എന്നോട് ഫോണിലൂടെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സംഘടനയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് രേഖകൾ തരികയും അതിൻ്റെ പല രേഖകളും പരിശോധിക്കുകയും അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിരുന്നതാണ്. അതിൽ നടപടി ഉണ്ടായില്ല എന്നുള്ളത് സത്യമാണ്. ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം അല്ലെങ്കിൽ പുറത്തുപോയ ശേഷം സിനിമകളുണ്ടോ? സിനിമകൾ ഉണ്ട്. എനിക്കുണ്ടോ എന്നാണെങ്കിൽ അതെ, എനിക്കതിനോട് ഇപ്പം തൽക്കാലം അതിനെക്കുറിച്ച് എനിക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. കാര്യം ഞാനത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ഒക്കെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഘടനയിൽ കാര്യം ഈ അസോസിയേഷനിൽ മാത്രമാണല്ലോ എനിക്കിത് ചെയ്തത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ അവരിലാണ്, എനിക്ക് അവരിലല്ലേ ഇപ്പോൾ ഒരു ഇത് ട്രസ്റ്റ് വെക്കാൻ പറ്റുള്ളൂ. ആ ഒരവസ്ഥയിൽ ഞാൻ അവരോട് പരാതി കൊടുത്തിരുന്നു. പക്ഷേ അതിൽ നടപടി ഉണ്ടായില്ല. അങ്ങനെ കുറച്ച് തിക്താനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഇപ്പോഴും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എൻ്റെ ആ പരാതിയുമേൽ
ഒരു നടപടി ചെയ്യും നടപടി ഉണ്ടാകും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. കാര്യം അവരാണല്ലോ അൾട്ടിമേറ്റ് സിനിമയുടെ എല്ലാം. അവർ കാശ് മുടക്കാൻ തയ്യാറാകുന്നത് കൊണ്ടാണല്ലോ സിനിമാക്കാരും നമ്മളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ കൂടുതൽ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ അവരിലൊരു താല്പര്യം കാണിച്ചുകൊണ്ട് ആ പരാതി ഞാൻ കൊടുത്തത്. എനിക്കെതിരെ പരാതി വന്നു, തിരിച്ചതിൻ്റെ ഇതിനകത്ത് എന്നോട് അവരാവശ്യപ്പെട്ട് ഷമിക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ തരണം എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ആ പരാതി കൊടുത്തു. ശ്രീ ഷമി തിലകൻ, താങ്കളുടെ അച്ഛനും ചില കാര്യങ്ങൾ അച്ഛനും ചില കാര്യങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സിനിമയ്ക്കകത്ത് ഒരു മാഫിയയുണ്ട് എന്ന വാക്കാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴും ഒരു ഭാഗത്ത് ആ മാഫിയ പ്രയോഗമുണ്ട്. അതായത് അവിടെ വന്ന് മൊഴി നൽകിയ പലരും അങ്ങനെ ഒരു മാഫിയയെക്കുറിച്ച് പറയുന്നു. പുറത്തു പറയാൻ ഭയന്നവർ ഹേമ കമ്മിറ്റി മുൻപാകെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അത്തരം വിവരങ്ങളടക്കം സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നടക്കം, ഒരു സിനിമയിൽ റോൾ കിട്ടണമെങ്കിൽ ഏതൊക്കെ വഴിയിലൂടെ പോകണം, ഏതൊക്കെ ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങണമെന്നടക്കമുള്ള വെളിപ്പെടുത്തലുകളാണ് ആ മൊഴികളിലുള്ളത്. അത് പാരഗ്രാഫ് തിരിച്ച വിവരങ്ങൾ പുറത്തു വരുന്നു. പക്ഷേ ഇതിന് പിന്നിൽ ഈ ആരാണോ പീഡിപ്പിച്ചത്, ആരാണ് ഈ രൂപത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്തത് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു നൽകാം എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഭാഗം ഒഴിവാക്കിക്കൊണ്ടാണ് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ സർക്കാർ ആർക്കൊപ്പമാണ് എന്നൊരു സംശയമുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കാര്യത്തിൽ അത്രമാത്രം ശക്തമാണോ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ലോബി എന്ന് പറയുന്നത്? മാഡം, അതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഇതൊരു കമ്മിറ്റി റിപ്പോർട്ട് മാത്രമാണല്ലോ. അത് നമ്മളതിൻ്റെ ഒരു നിയമസാധുത നമ്മൾ എത്രത്തോളമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. പോട്ടെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനകത്ത് ഈ പറയുന്ന കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ജഡ്ജ്മെൻറ്റ് ഫോളോ ചെയ്തിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എന്നുള്ളത് കൊണ്ട് തന്നെ അതും ഇതും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് അതിനൊരു വാലിഡിറ്റി വരുന്നതെന്നാണ് എനിക്ക് എന്തായാലും അതൊരു വാല്യൂ ഉള്ള ഒരു ഡോക്യുമെൻ്റായി മാറുന്നത് എന്നുള്ള തോന്നലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ളത്. എനിക്ക് കുറച്ച് അത് നിയമബോധമുള്ളവർ എനിക്ക് തന്നിട്ടുള്ള ഒരു ഉപദേശമായിട്ട് തന്നെ അത് കൂട്ടിക്കോളൂ. പക്ഷേ ഇവിടെ സർക്കാരിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ സർക്കാർ അതിനകത്ത് എത്രത്തോളം അതിനകത്ത് അത് പുറത്തുവിടുന്ന കാര്യത്തിലും അത്ര ഉത്തരവാദിത്വം ഉള്ളതാകണം എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണല്ലോ ഇവിടെ പ്രശ്നമായിട്ടുള്ളത്. കാര്യം അതിനകത്ത് എനിക്ക് തോന്നുന്നു സർക്കാരിൻ്റെ ഭാഗത്ത് അതിനകത്തൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതെന്താണെന്ന് ചോദിച്ചാൽ, കാര്യം വിവരാവകാശ കമ്മീഷണർ ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. അതിലെത്ര പേജാണ്, 30 പേജോ 36 പേജോ അങ്ങനെ എന്തോ, ഖണ്ഡികയോ അങ്ങനെ എന്തോ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന്ന് ശ്രീമതി മാലാ പാർവതി അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ കണക്കറിഞ്ഞുകൂടാ. അത് കണ്ട് 120 പേജോളം, ഏകദേശം കുറേ അധികം പേജുകൾ ആ കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ അതിനകത്തുനിന്ന് ഒഴിവാക്കിയാണ് തന്നിരിക്കുന്നത്. അത് ഗുരുതരമായ ഒരു അത് തെറ്റ് തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ സർക്കാർ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നതിന് പിന്നിൽ ആരാണ്? ഈ പറയുന്ന മാഫിയ ആയിരിക്കുമല്ലോ ശ്രീ ഷമി തിലകൻ. അത്രത്തോളം ശക്തമാണ്, സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ മാത്രം ശക്തമാണ് ആ മാഫിയയുടെ പ്രവർത്തനം എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മാഡം, അതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ പറയുന്ന കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഈ പറയുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞ് സംഘടനയിൽ അധീശത്വമുള്ളവർ, അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു മാഫിയ. അതുപോലെ ഇനിയുണ്ട് അങ്ങനെയുള്ള. അതുപോലെ എൻ്റെ അച്ഛൻ പറഞ്ഞു മാഫിയ, ഞാനും പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല, മറ്റൊരാൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറയാം. അതും എൻ്റെ പേരിലുള്ള ഒരു കുറ്റപത്രത്തിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞതാകാനാണ് സാധ്യത എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാനിപ്പോൾ അതിൻ്റെ ഒരു 100% അതിനെക്കുറിച്ചുള്ള ഒരു നമ്മളൊരു ഫാക്ട് ചെക്ക് നടത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊരു മറുപടി പറയാനായിട്ട് സാധിക്കുകയില്ല.